കുരുമുളക് ഉണക്കിയെടുക്കണ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതെന്താ, കുരുമുളകൊക്കെ പറിച്ചെടുത്തിട്ടില്ലേ ഈ തണ്ടിയിൽ നിന്ന് നമ്മൾ ഓരോന്ന് അടർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ മുറത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഓരോന്ന് ഇതിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കുവാണ് കേട്ടോ. വൈകിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാമെന്ന് കരുതി എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ 2 കാന്താരികൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും കൂടി ചെയ്യാം ഉമ്മി എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടി കൈയിട്ട് വാരുത് ഏകദേശമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആ തിരിയെല്ലാം മാറ്റണം കേട്ടോ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി പണിയായിരുന്നു. അതെല്ലാം കൂടി സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും ഈ കുരുമുളക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അങ്ങനെ മക്കൾ 2 പേരും കൂടി ഓരോന്നായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഒരാൾ കളിക്കാനായിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. പിന്നെ ഒരു കണക്കിന് പിന്നെ ഞാൻ കയ്യിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 2ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുരുമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ഒരുപാട് ടൈം അതിനകത്ത് ഇട്ടേക്കൊന്നും വേണ്ട. അത് പുറമെ പൊങ്ങി വന്നേക്കണ കുരുമുളകൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഊറ്റിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ഫുള്ള് നന്നായിട്ട് ഉണക്കിയെടുത്തപ്പോഴേക്കും നമ്മുടെ കുരുമുളക് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുരുമുളക് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.